ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാപ്പ് ചെയ്യപ്പെടുന്ന നജസുകളെ സംബന്ധിച്ചുള്ള വിവരണം നമ്മൾ നേരത്തെ ചിലത് പറഞ്ഞു. നിസ്കാരത്തിൽ മാപ്പ് ചെയ്യപ്പെടും. നിസ്കാരത്തിലെ വസ്ത്രത്തിലോ ശരീരത്തിലോ സ്ഥലത്തോ ഒക്കെ ആയാൽ നിസ്കാരം ബാത്തിലാകാത്ത നജസുകളായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൽ ചില നിബന്ധനകൾ പറഞ്ഞിരുന്നു. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ അവന്റെ പ്രവൃത്തി കൊണ്ടാവാതിരിക്കണം. ഉദാഹരണത്തിന് രക്തങ്ങൾ, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക്, പാറ്റ പോലെയുള്ള ജീവികളുടെ രക്തം, അത് അവൻ അടിച്ചു കൊന്നതോ അങ്ങനെ രക്തമായതൊന്നും അല്ലാതിരുന്നാൽ, അല്ലാതെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയാൽ അത് മാപ്പ് നൽകപ്പെടുന്നതാണ്. ചില നിബന്ധനകൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ സ്വന്തം ശരീരത്തില് ചോരക്കുരു, മുഖക്കുരു, ഹിജാമ ചെയ്തത്, കപ്പിങ് ചെയ്തത്, കൊത്തിവെച്ചത്, ഇഞ്ചക്ഷൻ അടിച്ചത്, ആ ഭാഗത്തൊക്കെയുള്ള രക്തം കഴുകാതെ നമ്മൾ നിസ്കരിച്ചു എങ്കിലും അവിടെ അത് മാപ്പ് നൽകപ്പെടും നിബന്ധനകൾ പ്രകാരം. അത് സ്വന്തം ശരീരത്തിന്റെ രക്തം, അന്യ ഒരാളുടെ നമ്മളെ ശരീരത്തിലേക്ക് തെറിച്ചാലോ കുറഞ്ഞത് മാപ്പ് നൽകപ്പെടും. ആദ്യത്തെ രണ്ടെണ്ണം നിബന്ധനകൾ പാലിച്ചാൽ അധികമായാലും മാപ്പുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു നേരത്തെ പറയാത്ത ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. തരിമൂക്ക് വെട്ടി രക്തം ഇങ്ങനെ വന്നു, അത് മാപ്പ് നൽകപ്പെടും. അതുപോലെ കണ്ണിൽ നിന്ന് രക്തം വന്നു, ചെവിയിൽ നിന്ന് രക്തം വന്നു, ഇതുപോലെയുള്ള രക്തങ്ങളൊക്കെ അല്പമാണെങ്കിൽ പ്രത്യേകിച്ചും മാപ്പ് നൽകപ്പെടുന്നതാണ്. പക്ഷേ മൂത്രസഞ്ചിയിൽ നിന്ന് വരുന്ന രക്തങ്ങൾ അത് മാപ്പ് നൽകപ്പെടുകയില്ല. അത് നജസിന്റെ ഉറവിടത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന നജസുകൾ മാപ്പ് നൽകപ്പെടും എന്നാണ് പറഞ്ഞത്. കരിമൂക്ക് പൊട്ടി, കണ്ണിന് നിന്നും ചെവിയിൽ നിന്നും ഇങ്ങനെ രക്തം വന്നു, അപ്പൊ നിസ്കാരത്തിൽ മാപ്പ് നൽകപ്പെടും. ഇനി മറ്റൊരു നജസ് പറയാം. നമ്മള് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോ അവിടെയൊക്കെ ഈ ചാണകം, അതുപോലെ മഴയൊക്കെ പെയ്യുന്ന കാലത്താവുമ്പോൾ നജസിന്റെ കലർപ്പുണ്ടാകും. അത് ചിലപ്പോൾ നമ്മളെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്കൊക്കെ അല്പൊക്കെ ആയാൽ കുറഞ്ഞത് മാപ്പ് നൽകപ്പെടും. നജസ് ആണ് എന്ന് ഉറപ്പുള്ള വഴിയിലുള്ള നജസ് അല്പം തെറിച്ചുപോയി, അത് അല്പമാണെങ്കിൽ അവിടെ തുണിക്കരയിലോ തുണിയുടെ കരയിലൊക്കെ ആയാൽ മാപ്പ് നൽകപ്പെടും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ടെൻഷനായി വസ്വാസായി നിൽക്കണ്ട, അത് മാപ്പാണ്. അതുപോലെ കല്ലുകൊണ്ട് മനോർച്ചാം എന്ന് നമുക്കറിയാം. 3 കല്ല് ഉപയോഗിച്ച് മനോരം ചെയ്യാം. മൂത്രിച്ചാലൊക്കെ മനോർച്ചാം. കല്ലുകൊണ്ട് മനോർച്ച സ്ഥലത്ത് ശരിക്ക് വൃത്തിയാകുന്നില്ല, കഴുകുന്നില്ലല്ലോ. എങ്കിലും ആ മനോർച്ച, ആ സ്ഥലം അവിടെ മാപ്പാണ്. അത് മാപ്പ് ചെയ്യപ്പെടുന്ന നജസുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. ഇനി മറ്റൊരു നജസ്, കൊതുകിന്റെ കാട്ടം, ഈച്ചയുടെ കാട്ടം, അതുപോലെ ഖുഫാസ്, വവ്വാലിന്റെ കാട്ടം, അതിന്റെ മൂത്രം ഒക്കെ ചിലപ്പോൾ ഈച്ചക്കാട്ടം ഒക്കെ, അല്ലെങ്കിൽ കൊതുകിന്റെ കാട്ടം, പല്ലിക്കാട്ടങ്ങളൊക്കെ നമ്മളെ വസ്ത്രത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കറുത്ത് നിൽക്കും, പുള്ളിയായി നിൽക്കും. അത് മാപ്പ് നൽകപ്പെടുന്ന നജസാണ്. അതുപോലെ അതിന്റെ മൂത്രങ്ങളും മാപ്പ് നൽകപ്പെടുന്നതാണ്. തേനീച്ച അതുപോലെയുള്ള ജീവികളൊക്കെ. അപ്പോൾ അത് അങ്ങനെയുള്ള കാട്ടങ്ങൾ, ചെറിയ ജീവികളുടെ കാട്ടങ്ങൾ മാപ്പ് നൽകപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മാപ്പ് നൽകപ്പെടുന്ന മറ്റൊരു വസ്തു പക്ഷിയുടെ കാഷ്ടം. പക്ഷെ പക്ഷിക്കാഷ്ടം മാപ്പ് നൽകണമെങ്കിൽ വഴിയിൽ, സ്ഥലത്താണ് മാപ്പുള്ളൂ. വസ്ത്രത്തിലോ ശരീരത്തിലോ അത് മാപ്പില്ല. ഉണങ്ങിയതായ കാട്ടങ്ങൾ,
എന്ന് മാത്രമല്ല അത് ചിലപ്പോൾ ചില നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പ്രാവുകളൊക്കെ ഇങ്ങനെ കാഷ്ടിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് ഉണങ്ങിയ കാഷ്ടം അതിന്റെ മുകളിൽ മനഃപൂർവ്വം ചവിട്ടാതിരിക്കുമ്പോൾ അതിന്റെ പരീക്ഷണം വ്യാപകമായിട്ട് ഇങ്ങനെ കാഷ്ടത്തിന്റെ പ്രയാസമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാപ്പ് നൽകപ്പെടുന്നതാണ്. സ്ഥലത്ത് മാത്രമാണ് മാപ്പ്, ശരീരത്തിലോ വസ്ത്രത്തിലോ പക്ഷിക്കാഷ്ടത്തിന് മാപ്പില്ല. ഊന് പൊട്ടിയ രക്തം മാപ്പ് നൽകപ്പെടും. ഊന് പൊട്ടിയ രക്തം വരുന്നുണ്ട്, അപ്പൊ നിസ്കരിച്ചു മാപ്പ് നൽകപ്പെടും. അതുപോലെ സൂക്ഷിക്കാൻ പ്രയാസമായ ഘട്ടത്തിൽ ഈച്ചയുടെ ശവം അല്ലെങ്കിൽ കൊതുകിന്റെ ശവം സൂക്ഷിക്കാൻ പ്രയാസമായ ഘട്ടത്തിൽ കൊതുകിന്റെ ശല്യം കൂടുതലുണ്ട്, ഈച്ചയുടെ ശല്യം കൂടുതലുള്ള ഘട്ടത്തിൽ അങ്ങനെ ശവം നമ്മളെ വസ്ത്രത്തിലോ മറ്റോ ഒക്കെ ഇങ്ങനെ ആയിപ്പോയാൽ അവിടെ മാപ്പുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാസൂറിന്റെ നനവ്, അത് ബാസൂറിന്റെ കുരു, അതിന്റെ പൊട്ടി ഒലിച്ച രക്തങ്ങളൊക്കെ നനവുകള് അതുകൊണ്ട് പ്രയാസമുള്ള ആൾക്ക് മാപ്പ് നൽകപ്പെടുന്നതാണ്. ഇതൊക്കെ മാപ്പ് നൽകപ്പെടുന്ന, നിസ്കാരത്തിൽ മാപ്പ് നൽകപ്പെടുന്ന നജസ്സുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ പേരിൽ ഇങ്ങനെ കഴുകി വൃത്തിയായി പ്രയാസപ്പെടേണ്ടതില്ല. കഴുകിയിട്ടില്ലെങ്കിലും നിസ്കാരം സഹിയാകുന്നതാണ്. കഴുകി നിസ്കരിക്കുകയാണെങ്കിൽ അത് നല്ലത്. നീ പ്രയാസപ്പെട്ട് വസ്വാസാകേണ്ട ആവശ്യമില്ല. ചിലപ്പോഴൊക്കെ വസ്ത്രമൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ആ വസ്ത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മാപ്പ് നൽകപ്പെടുന്ന നജസ്സുകൾ നിസ്കാരത്തിൽ ഇത് ശരിക്കും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വെള്ളത്തിൽ മാപ്പ് നൽകപ്പെടുന്ന നജസ്സിന്റെ പേര് നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.